വെൽക്കം ബാക്ക് ടു വിദേശ യാത്ര. അങ്ങനെ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ എക്സ്പ്ലോർ ചെയ്യാൻ. അങ്ങനെ ഒരു ഷേക്കി ഇൻട്രോ കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടോ, ഇത് തല തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ബിൽഡിംഗ് മ്യൂസിയമാണെന്ന് തോന്നുന്നത്. സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് കയറാം കേട്ടോ. അങ്ങനെ നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൽ എത്തിയിരിക്കുന്നു. നമ്മൾ LAയിലുള്ള യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഓർലാൻഡോയിൽ ഇത് ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഇവിടെ പോകണമെന്ന് ഇന്ന് സീസണിനൊന്നും ഇല്ല, എപ്പോൾ ഇവിടെ പോയാലും ഭയങ്കര തിരക്കാണ്. അപ്പോൾ അതിന് തന്നെ നമ്മൾ പാർക്കിങ്ങിലേക്ക് കയറുകയാണ്. പിന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഒരു തീം പാർക്കാണ്. അപ്പോൾ ഇവിടെ ഓരോരോ ക്യാരക്ടേഴ്സിന് അനുസരിച്ചിട്ടുള്ള ഓരോരോ റൈഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കയറലും ഇറങ്ങലും അതൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ വീഡിയോയിൽ. നിങ്ങൾ ഇതറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് എന്താണെന്ന്. മിക്കവാറും പേർക്ക് അറിയായിരിക്കും, എന്നാലും അപ്പോൾ നിങ്ങൾ ബോറാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ വെൽക്കം ടു യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ ബാഗൊക്കെ അവർ ചെക്ക് ചെയ്യും, എയർപോർട്ടിൽ ചെയ്യണ പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് കുറെ നടന്നതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ടിക്കറ്റ് സ്കാൻ ചെയ്യണം. ആ നടക്കുന്ന പാട്ടൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം ഈ പാർക്കിൽ പോയി കഴിഞ്ഞാൽ ഒരു 3-4 ഡേയ്സിന് വർക്കൗട്ട് എന്ന് പറയാം, 1 ഡേയിൽ നമ്മൾ തീർക്കും. അത്ര നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യാൻ പോവാത്ത റൈഡിൻ്റെ കുറച്ച് ഭംഗി കണ്ടിട്ട് നമ്മൾ ഹൈറ്റിന് പേടിയില്ലോണ്ടൊന്നുമില്ല കേട്ടോ. ഇത് കുട്ടികളുടെ റൈഡ് പോലെ തോന്നി. തിരിഞ്ഞൊക്കെ വരുമ്പോൾ 360 ഡിഗ്രി മനുഷ്യൻ പകുതിയാവും. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന അഡ്വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലെറ്റ് ദി അഡ്വെഞ്ചർ ബിഗിൻ. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടാണ് ക്രിസ്മസ് തൊപ്പി. നമ്മൾ സ്പൈഡർമാൻ്റെ റൈഡ് ചെയ്യാൻ പോവാ. ഭയങ്കര വെയിറ്റ് ടൈംസിനൊക്കെയാണോ, കുറേ പേരുണ്ട്. ലോങ് ക്യൂസ് ഒക്കെ കടന്നിട്ട് വേണം റൈഡ് ചെയ്യാൻ. നോക്കാൻ പോയിട്ട് ഇത് കണ്ടോ, എന്താ ഒരു ലൈനല്ലേ. ഇത് ഇവിടെ ഒരു ഗ്ലിംസ് മാത്രമേ കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയതിന് ശേഷം പിന്നെയും കുറേ ലൈൻ ഉണ്ടാവും. മണിക്കൂർ കണക്ക് ലൈൻ നിന്നാലും റൈഡ് വെറും 2 മിനിറ്റ്സേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും ഒരു വർത്ത് ദ വെയിറ്റ് എന്ന് പറയാം കേട്ടോ. പിന്നെ ഇവിടെ എല്ലാ റൈഡിനും ആ റൈഡിനനുസരിച്ചുള്ള ഒരു തീമിൻ്റെ ഡെക്കറേഷൻസൊക്കെ ഉണ്ടാവുള്ളൂ. അതായത് ഇതുപോലത്തെ ഇങ്ങനെ ഇപ്പോൾ ഓഫീസ് സെറ്റപ്പ്, ഇതൊക്കെ സ്പൈഡർമാൻ്റെ റൈഡിൻ്റെ ഒരു തീം അവരുണ്ടാക്കിയിരിക്കണത്. അപ്പോൾ ഇതൊക്കെ കണ്ട് നിൽക്കുമ്പോൾ കുറച്ച് സമയമൊക്കെ അങ്ങനെ പോവും. പറഞ്ഞ പോലെ കുറച്ച് സമയം പോവുള്ളൂ, ബാക്കിയൊക്കെ ഇങ്ങനെ നിന്ന് നടന്ന് തന്നെ നമ്മൾ കളയണം. ഇപ്പോഴും നമ്മൾ ലൈനിലേക്ക് നിൽക്കണം, ഇതുവരായിട്ട് സ്റ്റാർട്ട് ആയിട്ടില്ല. ഓൾമോസ്റ്റ് എത്താറായി. ഈ വാർണിംഗ് ബോർഡിൽ എഴുതിയതൊന്നും നമുക്ക് അപ്ലിക്കബിൾ അല്ല എന്നുള്ളൊരു സന്തോഷത്തിൽ നമ്മളിത് ക്ലാസ് എടുക്കാൻ പോയി. അങ്ങനെ 3D ഗ്ലാസ്സസ് ഒക്കെ വെച്ചിട്ട് സെറ്റായി. ഇതായപ്പോൾ നമ്മുടെ റൈഡും വന്നിരിക്കുന്നു. ഇനി നമുക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ ഇവിടുത്തെ റൈഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ റോളർ കോസ്റ്റർ ഫീലാണ്. ഒരു വെർച്വൽ റിയാലിറ്റി 3D ഒക്കെ കാണുന്ന പോലെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഫോൺ എപ്പോൾ വേണം തെറിച്ച് താഴെ പോകും. എൻ്റെ സന്തോഷം എക്സ്പ്രഷൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആദ്യം പറഞ്ഞ വർത്ത് ദ വെയിറ്റ്. പിന്നെ എല്ലാ റൈഡിൻ്റെയും എക്സിറ്റ് നമുക്ക് ഡയറക്റ്റ് അവരുടെ ആയിട്ടുള്ള ഡിസൈൻ സ്റ്റോറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് സ്പൈഡർമാൻ്റെ റൈഡ് ആയതുകൊണ്ട് സ്പൈഡർമാൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആക്സസറീസ് ഒക്കെ ഇവിടെ കാണാം. ഇനി നെക്സ്റ്റ് കിങ് കോങ്ങിൻ്റെ ഒരു റൈഡ് ഉണ്ട്, അത് ചെയ്യാൻ നോക്കുക. അതിന് നമ്മൾ ഡയറക്ഷൻ നോക്കുക എവിടെയാണ്. ഇവരുടെ തന്നെ ആപ്പ് ഉണ്ട്. അപ്പോൾ ആപ്പിൽ കൂടെ നമുക്ക് ഡയറക്ഷൻസും അതുപോലെ തന്നെ മെയിൻലി വെയിറ്റ് ടൈംസ് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു കിങ് കോങ്ങിൻ്റെ റൈഡിൽ. ഈ റൈഡിൻ്റെ വെയിറ്റ് ടൈം ഓൾമോസ്റ്റ് 90 മിനിറ്റ്സ് ആയിരുന്നു കേട്ടോ. പുറത്ത് പേര് കണ്ട പോലെ തന്നെ ഇതൊരു സ്കൾ ഐലൻഡാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കൾസ് ആയിരുന്നു. അങ്ങനെ ഈ സ്കളുകളുടെ ഒപ്പം നടന്നിട്ടും ഇവരുടെ ഒപ്പം ഫോട്ടോ എടുത്തിട്ടും എങ്ങനെയോ നമ്മൾ നമ്മുടെ 1.5 hour കളഞ്ഞു. അങ്ങനെ ഇപ്പോൾ ടൈമായി നമ്മുടെ റൈഡിന്. നമ്മുടെ റൈഡ് വന്നു. നെക്സ്റ്റ് നമ്മുടെ ടേൺ. റൈഡ് സ്റ്റാർട്ട് ആവാൻ പോവാ. അങ്ങനെ നമ്മുടെ ഹീറോ കിങ് കോങ് വന്നിരിക്കുന്നു നമ്മളെല്ലാവരും സേവ് ചെയ്യാൻ. ഇതിൻ്റെ എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്കതിപ്പോൾ കേൾക്കാം. അങ്ങനെ ഞങ്ങളുടെ കിങ് കോങ്ങിൻ്റെ റൈഡ് കഴിഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു. കിങ് കോങ്ങും ഡൈനോസേഴ്സും ഒക്കെ ഫൈറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യാൻ നോക്കാം. അങ്ങനെ നമ്മുടെ ആ റിവ്യൂ സെഷൻ്റെ ശേഷം നമ്മളുടെ ഈ ടീറെക്സിനൊപ്പം കുറച്ച് ഫോട്ടോസ് എടുത്തു. ഈ പടത്തിൽ പഠിച്ചോനേന്ന് പറഞ്ഞു വരില്ലേ റൈഡ്, അതായിരുന്നു ഇത്. നെക്സ്റ്റ് നമ്മളിവിടെ ഫേമസ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് ചൂറോസ് എന്ന് പറഞ്ഞിട്ടൊരു സ്നാക്ക്. അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും പാർക്കിലൊക്കെ വരുമ്പോൾ നമ്മളത് മേടിക്കാറുണ്ട്. ഇതാണ് ഈ സംഭവം. അങ്ങനെ ഇത് പിടിച്ച് കടിച്ച് നടന്ന് നമ്മളിത് എത്തിയിരിക്കുന്നു ട്രെയിൻ പിടിക്കാൻ.
ഹാരി പോട്ടർ മൂവിയിൽ ട്രെയിൻ കാണാറില്ലേ, ട്രെയിനിൽ കയറി പോണത്, നമ്മളിനി നെക്സ്റ്റ് ആ ട്രെയിനിലേക്ക് കയറാൻ പോകും. അതെ. ഈ ട്രെയിനും ഒരു റൈഡ് തന്നെയാണ്. ഇവിടെ തന്നെ 4 പാർക്സ് ഉണ്ട്. അപ്പോൾ ഈ ട്രെയിൻ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് മൾട്ടിപ്പിൾ പാർക്സിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മളും ഇവിടുന്ന് ഈ ഒരു പാർക്കിൽ നിന്നാണ് നമ്മൾ വേറെ പാർക്കിലേക്ക് പോകാനാണ് ഈ ട്രെയിൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഹാരി പോട്ടർ ഫാൻസിനൊക്കെ ഇത് വളരെയധികം കണക്റ്റബിൾ ആവും. ഈ ട്രെയിൻ യാത്രയൊക്കെ അവരൊക്കെ ഈ ട്രെയിനിലാണ് കയറി പോകാറ്. പറഞ്ഞ പോലെ തന്നെ ഇതൊരു റൈഡാണ്. അപ്പോൾ ഇതിനെ ഒരു എൻഗേജിങ് ആക്കാൻ വേണ്ടിയിട്ട് അവർ ഇവിടെ ഹാരി പോട്ടറിൻ്റെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് സ്റ്റോറീസൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും ഈ ട്രെയിനിൻ്റെ വിൻഡോയിൽ. അപ്പോൾ അത് കണ്ട് നമ്മൾ നെക്സ്റ്റ് പാർക്കിലെത്തും. അങ്ങനെ പുതിയ പാർക്കിൽ ഇറങ്ങിയിട്ട് ആദ്യം തന്നെ ഒരു റൈഡ്സിലും കയറാണ്ട് നമ്മൾ കയറിയത് ഈ ബർഗർ ഷോപ്പിലേക്കായിരുന്നു. കാലത്തോട്ട് നടക്കണോണ്ട് ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ ബർഗേഴ്സൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ക്രിസ്മസ് പരേഡൊക്കെ ഉണ്ടായിരുന്നു, ഇവരുടെ ഡാൻസ് പെർഫോമൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു നിന്നതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് റൈഡിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഇത് ജിമ്മി ഫാലൻ്റെ ഒരു സ്റ്റുഡിയോ ടൂറും പ്ലസ് ഒരു റേസിങ്ങിൻ്റെ ഒരു റൈഡായിരുന്നു അത്. ഈ ഒരു റൈഡിനായിരുന്നു ഏറ്റവും ടൈം കുറവ് കണ്ടത്. അതാണ് നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് കയറിയത്. അകത്തും നേരത്തെ കാണിച്ചപ്പോൾ ഇവരുടെ തീമായിട്ടുള്ള പെർഫോമൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു 3D റൈഡായിരുന്നു. അപ്പോൾ നമ്മൾ 3D ഗ്ലാസ്സസ് എടുത്തു. എടുക്കലും വെക്കലും ആയത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഉള്ളിൽ നമുക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് റോളർ കോസ്റ്റർ പോലത്തെ ഒരു റൈഡായിരുന്നു അത്. വളരെ ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു. 3D നല്ല രസമുണ്ടായിരുന്നു. ഇനിയും ചെയ്യായിരുന്നു പിന്നെയും, പക്ഷെ ഭയങ്കര ലൈനാ വെയിറ്റിംഗ്. അപ്പോൾ 1 ടൈം ഡൺ. നമുക്ക് വേറെ എന്താ ചെയ്യാൻ നോക്കാം. അങ്ങനെ റൈഡ് കഴിഞ്ഞ് ഇവരുടെ തന്നെ സ്റ്റോറിയൊക്കെ അറിയപ്പോൾ ഇവിടെ ഒരു കളക്ഷൻ ഓഫ് അവാർഡ്സ് ഇരിക്കുന്നു. ഏതെങ്കിലും അവാർഡ് കാണുന്നുണ്ടോ എനിക്ക് തരാൻ? വൈഫിൻ്റെ ഒന്നും കാണുന്നില്ല, വൈഫിനെ തപ്പിക്കൊണ്ടിരിക്കുക. കിട്ടിയാ? ഗ്രാൻഡ്മ അതെനിക്ക് വേണ്ട, ഞാൻ കണ്ടുവരണം. ഇത് സൂപ്പർ സ്റ്റാർ ഞാൻ കണ്ടു തരണം. കാണിച്ചു തരാം. വേൾഡ്സ് ബെസ്റ്റ് ഗ്രേറ്റസ്റ്റ് ഹസ്ബൻഡ്. ഫാമിലി. അങ്ങനെ നമ്മുടെ അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ സെറിമണീൻ്റെ ശേഷം നമ്മളിത് ഈ മിനിയൻസിൻ്റെ റൈഡിലേക്ക് എത്തി. ഇതൊരു ഷൂട്ടിംഗ് ഗെയിം ആയിരുന്നു. ഒരു ഷൂട്ട് ചെയ്ത് പോയിൻറ്റ് സ്കോർ ചെയ്യാമെന്നായിരുന്നു ഈ ഗെയിമിൻ്റെ ഒരു ഡിസൈൻ. എനിക്കിങ്ങനത്തെ ഗെയിംസൊന്നും അത്ര ഇഷ്ടമല്ല. കാരണം ഇതിലത്ര വലിയ ഒരു എക്സൈറ്റിംഗ് ആയിട്ട് എനിക്കൊന്നും തോന്നിയില്ല. പിന്നെ പോരാത്തതിന് ഇതിൻ്റെ ഗണ്ണ് പിടിച്ചിട്ട് മനുഷ്യൻ്റെ കൈയാകെ വേനെടുത്തു. ഭയങ്കര ഹാർഡായിരുന്നു ഇത്. ആ ക്ഷീണം തീർക്കാനാണ് ഞാൻ ഈ കൊക്കക്കോള മേടിച്ചത്. കുറേ ആയി നടക്കണേ. നമ്മൾ അനിമൽ ആക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോ ഉണ്ട്, അത് കാണാൻ പോവാം. ഈ ഷോ കാണാൻ നമ്മൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതിലത്തെ എല്ലാ അനിമൽസും ആക്ടേഴ്സാണ്. ഇവിടുത്തെ ഹോളിവുഡ് മൂവീസിലൊക്കെ ഇതിലുള്ള പല കാറ്റ്സും ഡോഗ്സും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഈ അനിമൽസിനെ എങ്ങനെ ട്രെയിൻ ചെയ്യണം ഫോർ ദ മൂവീസ്, പിന്നെ അവരുടെ ആക്ടിവിറ്റീസ്, അതൊക്കെയാണ് ഈ ഷോയിൽ അവർ കാണിച്ചു തരുന്നത്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഷോ ആയിരുന്നു അത്. ഈ സീൻ കണ്ടോ? ഈ സീനിൽ ഈ ഡോഗി മരിച്ച പോലത്തെ ആക്ടിംഗ് ആണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഓണർ വന്ന് ഏൽപ്പിക്കാൻ നോക്കുമ്പോഴും അത് അനങ്ങാണ്ട് കിടക്കുന്ന ഒരു ആക്ടിങ്. ഇതിൻ്റെ ഒക്കെ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതാണ്. ഈ ഡോഗിയാണ് ഇവിടുത്തെ ഹോളിവുഡ് മൂവി MIB മെൻ ഇൻ ബ്ലാക്കിൽ ആക്ട് ചെയ്തേക്കുന്നത്. ഈ ഷോ കണ്ടിട്ട് ടൈം എങ്ങനെയാണ് പോയെന്ന് അറിഞ്ഞില്ല. വളരെയധികം എൻഗേജിങ് എൻ്റർടൈനിങ് ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മൾ ET അഡ്വെഞ്ചർ എന്ന് പറഞ്ഞുള്ള റൈഡിലേക്കാണ് പോണത്. ഇതൊരു ഫോറസ്റ്റ് തീം ഏലിയൻ കോൺസെപ്റ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു റൈഡായിരുന്നു. അഡ്വെഞ്ചർ കഴിഞ്ഞു.
നമ്മുടെ പോപ്പട്ടായി. ആക്ച്വലി നമ്മൾ ഈ ഒരു കാർഡ് കാണിച്ചില്ലേ, അപ്പോൾ അത് കാണിക്കുമ്പോൾ അവർ പേര് ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പം വലിയ പേരാണ്, അതൊക്കെ നമ്മൾ സ്പെൽ ചെയ്ത് കൊടുത്തു. എന്തെങ്കിലും കാർഡ് അവരുണ്ടാക്കി തരും നമ്മുടെ പേരിൽ നിന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് ജസ്റ്റ് പാർട്ട് ഓഫ് ദ ഷോ ആയിരുന്നു. അവർ സിമ്പിൾ ഒരു നോർമൽ കാർഡ് തന്നിരുന്നത്. ആ കാർഡ് വെറുതെ അവിടെ കൊടുക്കുക, റൈഡിന് പോവുക. ഒരു പേരിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പാളിപ്പോയി. അങ്ങനെ ആ പാടലും ചമ്മലും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് റൈഡ് ഓഫ് ദ ഡേ MIBയിലേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങൾക്കൊരു ആശ്വാസമായി ഉണ്ടാവില്ലേ ലാസ്റ്റ് റൈഡ് എന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ ചമ്മൽ കണ്ടിന്യൂസ്. അവർ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് പറഞ്ഞു ബാക്ക് പാക്ക് അലൗഡ് അല്ലാന്ന്. അപ്പോൾ നമ്മൾ അടുത്തുള്ള ലോക്കൽ സ്റ്റേഷനിൽ പോയിട്ട് ബാഗ് വെച്ചു. ആൻഡ് ദാറ്റ് ടേക്ക് 2 എൻട്രി ഗ്രാൻറ്റഡ്. ഈ റൈഡ് കണ്ടപ്പോൾ എനിക്ക് അത്ര എക്സൈറ്റ്മെൻറ്റ് തോന്നിയില്ല, കാരണം എവിടെയും ഗണ്ണ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ഷൂട്ടിംഗ് ഗെയിം തന്നെയാണെന്ന്. പക്ഷെ എന്നാലും നമുക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ കയറിയപ്പോൾ കുറച്ച് എൻ്റർടൈനിങ് ആയിരുന്നു. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ തോറ്റു കഴിഞ്ഞു. അങ്ങനെ സ്കോർ ഭയങ്കര ഹൈ സ്കോറാണല്ലോ, ഭയങ്കര ഞാൻ തോറ്റു. അങ്ങനെ MIBൻ്റെ റൈഡും കഴിഞ്ഞു. നിന്നും നടന്നൊക്കെ ആകെ കാല് വേദന എടുത്തു തുടങ്ങി. കാലൊന്നും വേദന എടുക്കണല്ലേ? എനിക്കില്ല. I'm a compliant boy. ഓക്കെ, കോംപ്ലാന്റ് ബോയിന് ഒരു കുഴപ്പമില്ല. നൈസ്. അപ്പോൾ ഇന്നത്തെ യൂണിവേഴ്സൽ സ്റ്റുഡിയോൻ്റെ യാത്ര ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി വീണ്ടും നാളെ അല്ലേ? നാളെ കാണാം. ഓക്കെ, വീണ്ടും നാളെ കാണാം, വേഗം കാണാം. ഓക്കെ, അതുവരയ്ക്കും ബൈ.